welcome back to a series Landing Your Dream Job in the UK. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ സി വി ക്രാഫ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു സി വി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജോബ്സിന് അപ്ലൈ ചെയ്ത് തുടങ്ങണം അല്ലേ. ലിങ്ക്ഡിൻ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് കിട്ടിയ ജോബ് ഇൻ്റർവ്യൂ കോൾസ് എല്ലാം ലിങ്ക്ഡിൻ ത്രൂ ആയിരുന്നു കൂടുതലും. പക്ഷേ വേറെയും സൈറ്റ്സ് ഉണ്ട്. യു ക്യാൻ യൂസ് ഇൻഡീഡ്, ജോബ്സ്, ടോട്ടൽ ജോബ്, ഗവൺമെൻറ് ജോബ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, UK ഗവൺമെൻറ്റിൻ്റെ. പിന്നെ NHSനാണെങ്കിൽ NHSൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഇതിന് എപ്പോഴും ജോബിന് മാത്രമല്ല, നമ്മളൊരു നെറ്റ്വർക്കിംഗ്, ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനും കൂടി ഉള്ളതാണ്. റിക്രൂട്ടേഴ്സിനെ ഫോളോ ചെയ്യാം ആൻഡ് വി കൻ ആസ്ക് ദം എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാൻ പറയാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ജോബ് സൈറ്റ്സിലെല്ലാം നമ്മുടെ CV അപ്ലോഡ് ചെയ്ത് വെക്കുക. ലിങ്ക്ഡിൻ പ്രൊഫൈൽ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ എല്ലായിടത്തും CV അപ്ലോഡ് ചെയ്തു. CV അപ്ലോഡ് ചെയ്തിട്ട് റിക്രൂട്ടേഴ്സ് നമ്മൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മാത്രം ഇരിക്കരുത്. നമ്മൾ ഡെയിലി നോക്കുക എന്തൊക്കെയാണ് ജോബ് ഓപ്പണിങ്സ്. നിങ്ങൾക്ക് ജോബ് അലേർട്ട്സ് വെക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോബ് ടൈറ്റിലും പിന്നെ ലൊക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജോബ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്യും. അത് നിങ്ങൾക്ക് ഒരു അലേർട്ടായിട്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ വരും, അതിൽ നിന്ന് നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് എല്ലാ ജോബ്സിനും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാതെ അതിൽ CV അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മേക്ക് ഷുവർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ, പെർട്ടിക്കുലർ ജോബിന് റിലവൻ്റ് ആക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പലരും സ്പോൺസേർഡ് ജോബ്സ് നോക്കുന്നവരുണ്ട്. സ്പോൺസർഷിപ്പ് ജോബ്സ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ DWP സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ ജോബ്സാണ് അവർ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്കൊരു ലിസ്റ്റ് ഡൗൺ ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത് കുറച്ചും കൂടി ഈസിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. ഇതേ സിമിലർ കാര്യം നിങ്ങൾക്ക് NHSൻ്റെ വെബ്സൈറ്റിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങളപ്പോൾ എല്ലാ ജോബിനും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. പല ജോബ്സിനും അവർ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സ്പോൺസർഷിപ്പ് ഇല്ലയെന്ന് അവരെടുത്ത് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ അത് നിങ്ങളുടെ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. CV പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ജോലിയിൽ അവർ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കവർ ലെറ്റർ ചോദിക്കും. മെയിനായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് NHSൽ അത് ചോദിക്കാറുണ്ട്. CVയുടെ തന്നെ ഒരു കോപ്പി എടുത്തിട്ടല്ല കവർ ലെറ്റർ ചെയ്യേണ്ടത്. കവർ ലെറ്റർ ഇസ് ലൈക്ക് എ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ഇൻ അഡീഷൻ ടു വാട്ട് യു ഹാവ് ഇൻ CV. വാട്ട് ആർ യുവർ സ്കിൽസ് ഓർ യുവർ എക്സ്പീരിയൻസസ് ദാറ്റ് കൻ കോൺട്രിബ്യൂട്ട് ടു ദിസ് ജോബ്. അതാണ് നിങ്ങൾ കവർ ലെറ്ററിൽ വെക്കേണ്ടത്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ പറയാനുള്ളത്, പലപ്പോഴും നമുക്ക് ജോബ് സ്കാംസ് ഉണ്ടാവും. നമുക്ക് തന്നെ കുറേ പേര് മെയിൽ അയച്ചിട്ട് പറയുന്നുണ്ട്, അല്ലെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് മെസ്സേജ് വരാറുണ്ട്, ഇങ്ങനെ ഒരു ജോബ് ഓപ്പണിംഗ് കിട്ടി, അവർ നാട്ടിലാണുള്ളത്, UK ഒരു ജോബ് ഓപ്പണിംഗ് കിട്ടി, ഹോസ്പിറ്റൽ ജോബാണ്, 5,000 pounds per month കിട്ടും എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് അടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ആ ഒരു ജോബ് ഓഫർ ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. അവർ അയച്ചു തന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി അതൊരു സ്കാമാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ പേരും സീലൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് അവർ ഒപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും അതൊന്ന് മൈൻഡ്ഫുൾ ആവുക. ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻ, ഒരു പ്രോപ്പർ കമ്പനി നമ്മളോട് പിന്നെ എന്താ പറയുക, പൈസ ആയിട്ട് ചോദിക്കില്ല. ഓക്കെ, അതായത് ജോബ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ഇത്ര എമൗണ്ട് ഇന്ത്യൻ അക്കൗണ്ടിൽ ഇടുക, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് സ്കാംസ്. അതിലൊന്നും വീഴാതിരിക്കുക. എപ്പോഴും നിങ്ങളത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഓൺ റിസർച്ച് ചെയ്ത് അങ്ങനെ ഒരു കമ്പനി ഹൗസിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഗവൺമെൻറ് സൈറ്റിൽ പോയാൽ കിട്ടും. അത് മാത്രമല്ല, ഇത്രയും ആദ്യം തന്നെ പേയ്മെൻറ്റ് ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളത് ഡൗട്ട് അടിക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും UK-യിലുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ CV 8 years ഫ്രണ്ട്ലി ആയിരിക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു CVയിൽ എപ്പോഴും കീവേഡ്സ് ഉണ്ടായിരിക്കണം എന്ന്. അപ്പോൾ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ് 8 years ഫ്രണ്ട്ലി ആവണം എന്ന്. ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റമാണ് മിക്ക കമ്പനീസും യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും ടൂൾസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ വായിക്കുമല്ലോ. അപ്പോൾ അതിൽ എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്, എന്ത് റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ ജോബിന് അവർ പറയുന്നത്, അതെല്ലാം നിങ്ങളുടെ CVയിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് ഈ ലിങ്ക്ഡിനും ജോബ് സൈറ്റ്സ് ഒക്കെ കൂടാതെ വെബ്സൈറ്റ്സ്, ഈ കമ്പനി വെബ്സൈറ്റ്സ് പോയിട്ട് അതിൽ നിങ്ങൾക്ക് അവരുടെ ജോബ് ഓപ്പണിങ്സ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ എപ്പോഴും നിങ്ങൾ ആ കമ്പനിയെ പറ്റി വായിക്കുക. അത് സ്റ്റേബിളായിട്ടുള്ള കമ്പനിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ പോയി ചെക്ക് ചെയ്യണം. NHS ജോബ്സും ലിങ്ക്ഡിനും വരാറുണ്ട്. പക്ഷേ NHSന് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് NHS ജോബ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു track.com എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ അവർ റീഡയറക്റ്റ് ചെയ്യും. പക്ഷേ NHS ജോബ്സ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്
അതിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ജോബ് നോക്കുക. കാരണം നാട്ടിൽ നിന്ന് വരുന്ന ഒരുമാതിരിപ്പെട്ടവർ എനിക്ക് തോന്നുന്നു NHS വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ലിങ്ക്ഡിനിൽ NHS ജോബ്സ് വരുമെങ്കിലും അത് നമ്പർ കുറവാണ്, വോളിയം കുറവാണ്. സോ NHS ജോബ്സിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ ട്രസ്റ്റിനും ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ NHS ജോബ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് യു ക്യാൻ സെറ്റപ്പ് അലേർട്സ്, അതിലും നിങ്ങൾക്ക് അലേർട്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ എപ്പിസോഡ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്ത 1-2 കാര്യങ്ങൾ ഞാൻ സമ്മറൈസ് ചെയ്യാം. വൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ CV ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വെബ്സൈറ്റ്സ്, അതായത് ജോബ് സൈറ്റ്സ് നിങ്ങൾ നോക്കണം. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, റീഡ്, ജോബ്സർവ്, ടോട്ടൽ ജോബ്സ്, ഇതൊക്കെ താഴെ എഴുതി കാണിക്കാം. ഇതെല്ലാമാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഓർ മന്ത്സ് അൺടിൽ യു ഗെറ്റ് എ ജോബ്. അപ്പോൾ അതിലെല്ലാം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, CV അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ജോബിന് സെർച്ച് ചെയ്യുക. ജോബ് സെർച്ച് ചെയ്യാൻ സിമ്പിളാണ്. നിങ്ങൾ എന്ത് പൊസിഷനാണ് നോക്കുന്നത് അങ്ങനെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ടെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കീവേഡ്സ് ആയിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ക്വാളിറ്റി അനലിസ്റ്റ്, ക്വാളിറ്റി QA, ടെസ്റ്റ് എഞ്ചിനീയർ, പല ടെസ്റ്റ് അനലിസ്റ്റ്, അങ്ങനെ പല രീതിയിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ജോബ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമുക്ക് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ചോദിക്കുകയാണെങ്കിൽ അതും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആ ജോബിന് സ്യൂട്ടബിൾ ആണ് അത് നിങ്ങൾ ആഡ് ചെയ്യുക. മീൻസ് ഓൺ വെബ്സൈറ്റ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ റെഫറൻസ് ത്രൂ ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും സ്പോൺസർഷിപ്പ് വേണ്ട ജോബാണെങ്കിൽ അത് ആ ജോലിക്ക് അവർ കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അപ്ലൈ ചെയ്യുക. ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള പോയിന്റ്സ്. വളരെയധികം നിങ്ങളുടെ സൈഡിൽ നിന്നും റിസർച്ച് ചെയ്തിട്ട് മാത്രം ജോബിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഐ ഹോപ്പ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് ജോബ് സൈറ്റ്സ് ആണ് കൂടുതൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തേക്കുന്നത് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. ജോബ് സീക്ക് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ ഈ പറയുന്നതെല്ലാം കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ, നാട്ടിൽ നിന്ന് വരുന്നവരുടെ കാര്യം. ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കസ്റ്റമർ സർവീസസ്, നിങ്ങളിപ്പോൾ ഒരു പാർട്ട് ടൈം ജോലി ചെയ്തു ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു ഗ്രോസറി സ്റ്റോറിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കസ്റ്റമർ സർവീസസ് ചെയ്യുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്കൊരു സ്കില്ലായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ഗോയിങ് ഫോർ എ അഡ്മിൻ ജോബ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ സ്കിൽസ്, നിങ്ങളുടെ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് അല്ലാതെ പ്രോപ്പർ ജോലിയിൽ അല്ലാതെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഏത് വെബ്സൈറ്റാണ്, ഏത് ജോബ് സൈറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പോയിന്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. നമുക്ക് ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. Till then, bye bye.